നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ എല്ലാ ആധാർ കാർഡ് ഉടമകളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിൽ തിരിച്ചറിയൽ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആധാർ കാർഡ്. ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, പെൻഷൻ, സ്കോളർഷിപ്പ്, LPG സബ്സിഡി, സർക്കാർ ക്ഷേമ പദ്ധതികൾ, മൊബൈൽ സിം, പാൻ കാർഡ് ലിങ്കിങ്, നികുതി സംബന്ധമായ നിരവധി സേവനങ്ങൾ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കാണ് ഇന്ന് ആധാർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ UIDAI പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന നിയമങ്ങളും സമയപരിധികളും ഫീസ് ഇളവുകളും സ്വകാര്യത വർദ്ധിപ്പിക്കുന്ന പുതിയ ആധാർ കാർഡ് ഡിസൈനും വിദേശ പൗരന്മാർക്കുള്ള പുതിയ നിയമങ്ങളും കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റും ഉൾപ്പെടെ നിരവധി പ്രധാന മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആധാർ കാർഡ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാകുന്നത്? ഇന്ത്യയിലെ ഓരോ വ്യക്തിയും ഒരു പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകുന്ന സംവിധാനമാണ് ആധാർ. ഇത് പൗരത്വത്തിന്റെ തെളിവല്ല, എന്നാൽ ഇന്ത്യയിൽ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന രേഖയാണ്. സർക്കാർ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ, ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ, മൊബൈൽ സിം എടുക്കുമ്പോൾ, പെൻഷൻ, സ്കോളർഷിപ്പ്, ഗ്യാസ് സബ്സിഡി, റേഷൻ, വിവിധ ക്ഷേമ പദ്ധതികൾ, ഡിജിറ്റൽ സേവനങ്ങൾ ഇതെല്ലാം ലഭ്യമാക്കുന്നതിൽ ആധാർ വലിയ പങ്ക് വഹിക്കുന്നു. 2027 വരെ സൗജന്യ ഓൺലൈൻ അപ്ഡേറ്റ് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണിത്. ഓൺലൈനായി പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി POIയും പ്രൂഫ് ഓഫ് അഡ്രസ് POAയും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗജന്യ സേവനം ഇനി 2027 ജൂൺ 14 വരെ നീട്ടിയിരിക്കുന്നു. ഇത് പ്രധാനമായും 10 വർഷത്തിലേറെ പഴക്കമുള്ള ആധാർ കാർഡുകാർക്ക് രേഖകൾ പുതുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. നിങ്ങളുടെ പേര്, വിലാസം തുടങ്ങിയ വിവരങ്ങൾ മാറ്റേണ്ട സാഹചര്യമില്ലെങ്കിലും പുതിയ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നത് ഭാവിയിൽ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കും. എങ്ങനെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം? മൈ ആധാർ പോർട്ടലിൽ പ്രവേശിക്കുക, ആധാർ നമ്പർ നൽകുക, OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, ഡോക്യുമെന്റ് അപ്ഡേറ്റ് തിരഞ്ഞെടുക്കുക, പുതിയ POI/POA രേഖകൾ അപ്ലോഡ് ചെയ്യുക, പരിശോധിച്ച് സബ്മിറ്റ് ചെയ്യുക, SRN നമ്പർ സുരക്ഷിതമായി സൂക്ഷിക്കുക, അപേക്ഷയുടെ നില പിന്നീട് പരിശോധിക്കാം. ഏത് രേഖകൾ നൽകാം? POI ആയി സാധാരണ നൽകുന്നത് പാസ്പോർട്ട്, പാൻ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ ID. POA എന്ന ഇതിന് നൽകുന്നത് വൈദ്യുതി ബിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ട്, ഗ്യാസ് കണക്ഷൻ രേഖ, വോട്ടർ ID, സർക്കാർ അംഗീകരിച്ച വിലാസ രേഖകൾ. രേഖകൾ വ്യക്തവും വായിക്കാൻ കഴിയുന്നതുമായിരിക്കണം. ആധാർ കേന്ദ്രത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ ഓൺലൈൻ രേഖ അപ്ഡേറ്റ് സൗജന്യമാണെങ്കിലും ആധാർ സേവന കേന്ദ്രത്തിൽ നേരിട്ട് പോയി രേഖകൾ അപ്ഡേറ്റ് ചെയ്താൽ നിലവിലുള്ള ഫീസ് ബാധകമാണ്. നിലവിൽ സാധാരണ ഡോക്യുമെന്റ് അപ്ഡേറ്റിന് 50 രൂപ ഈടാക്കുന്നു. ഇമെയിൽ അപ്ഡേറ്റ് പൂർണ്ണമായും സൗജന്യമാണ്. 2026 ജൂലൈ 1 മുതൽ 2026 ഡിസംബർ 31 വരെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ വിലാസം ഔദ്യോഗിക ആധാർ മൊബൈൽ ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നത് സൗജന്യമാണ്. മുൻപ് ഈ സേവനത്തിന് 75 രൂപ ഫീസ് ഉണ്ടായിരുന്നുവെങ്കിലും ഈ കാലയളവിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു. പുതിയ സ്വകാര്യത സുരക്ഷയുള്ള ആധാർ കാർഡ് 2026 അവസാനത്തോടെ പുതിയ PVC ആധാർ കാർഡുകൾ പുറത്തിറങ്ങും. പുതിയ കാർഡിൽ മുൻവശത്ത് മുഴുവൻ 12 അക്ക നമ്പർ ഇല്ല, പൂർണ്ണ വിലാസമില്ല, ഫോട്ടോ ഉണ്ടായിരിക്കും, സുരക്ഷിത QR കോഡ് ഉണ്ടായിരിക്കും. QR കോഡ് സ്കാൻ ചെയ്താൽ അംഗീകൃത സംവിധാനങ്ങൾ വഴി വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയും. ഇത് വ്യാജ കാർഡുകളും തിരിച്ചറിയാൻ മോഷണവും കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും. സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? പുതിയ സംവിധാനം വഴി ഫോട്ടോ കോപ്പി ദുരുപയോഗം കുറയും, തിരിച്ചറിയൽ മോഷണം കുറയും, സ്വകാര്യ വിവരങ്ങൾ അനാവശ്യമായി പുറത്താകില്ല, ഡിജിറ്റൽ പരിശോധന കൂടുതൽ സുരക്ഷിതമാകും. ജനന തീയതി മാറ്റം. UIDAI വളരെ കർശനമായ പുതിയ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ജനന തീയതി തിരുത്താൻ സാധിക്കും. അതുകൊണ്ട് അപേക്ഷ നൽകുന്നതിന് മുൻപ് എല്ലാ രേഖകളും പരിശോധിക്കുക. ലിംഗമാറ്റം. ജെൻഡർ വിവരം ഒരിക്കൽ മാത്രം മാറ്റാൻ അനുമതിയുണ്ട്, അതിനാൽ തെറ്റായ അപേക്ഷകൾ ഒഴിവാക്കണം. പേര് തിരുത്തൽ. പേര് മാറ്റുന്നതിനുള്ള രേഖകൾ കൂടുതൽ കർശനമായി പരിശോധിക്കും. നിയമപരമായ രേഖകൾ ഇല്ലാതെ പേര് മാറ്റം അനുവദിക്കില്ല. ഇത് വ്യാജ തിരിച്ചറിയലിനും സാമ്പത്തിക തട്ടിപ്പുകൾക്കും തടയാനുള്ള നടപടിയാണ്. കുട്ടികളുടെ ആധാർ. കുട്ടികൾക്കുള്ള ആധാർ രജിസ്ട്രേഷനിൽ ഹെഡ് ഓഫ് ഫാമിലി സംവിധാനം കൂടുതൽ പ്രാധാന്യം നേടുന്നു. ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കളുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി രജിസ്ട്രേഷൻ നടത്താം. 5 വയസ്സിൽ നിർബന്ധിത അപ്ഡേറ്റ്. 5 വയസ്സ് പൂർത്തിയായാൽ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് നിർബന്ധമാണ്. മുഖചിത്രം, വിരലടയാളം, ഐറിസ് വിവരങ്ങൾ എല്ലാം പുതുക്കണം. ഈ അപ്ഡേറ്റ് സൗജന്യമാണ്. അതുതന്നെ തുടർന്ന് 15 വയസ്സിലും വീണ്ടും 15 വയസ്സ് പൂർത്തിയായാലും വീണ്ടും ബയോമെട്രിക് അപ്ഡേറ്റ് നിർബന്ധമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ചില സേവനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ആധാർ രജിസ്ട്രേഷൻ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ആധാർ എടുക്കുന്നവർ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്റർ സന്ദർശിക്കുക.
കൂടെ കൊണ്ടുപോകേണ്ടത് തിരിച്ചറിയൽ രേഖ, വിലാസരേഖ, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, കുട്ടിയാണെങ്കിൽ മാതാപിതാവിന്റെ ആധാർ, ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം എൻറോൾമെന്റ് സ്ലിപ്പ് ലഭിക്കും. തുടർന്ന് ആധാർ നമ്പർ അനുവദിക്കും. ഓൺലൈനായി ആധാർ ലഭിക്കുമോ? പുതിയ ആധാർ രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈനായി സാധ്യമല്ല. ഓൺലൈനായി സമയം ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ബയോമെട്രിക് നൽകാൻ കേന്ദ്രത്തിൽ നേരിട്ട് പോകണം. അപേക്ഷയുടെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? എൻറോൾമെന്റ് ID ഉപയോഗിച്ച് ഓൺലൈനായി ആധാർ തയ്യാറായോ, പ്രിന്റ് ചെയ്തോ, ഡൗൺലോഡ് ചെയ്യാമോ എന്നിവ പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കും. ആധാർ ലഭിച്ച ശേഷം PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഇത് നിയമപരമായി സാധുവാണ്. പല ഓഫീസുകളിലും ആധാർ സ്വീകരിക്കുന്നുണ്ട്. PVC ആധാർ ആഗ്രഹിക്കുന്നവർക്ക് PVC ആധാർ പ്രത്യേകം ഓർഡർ ചെയ്യാം. ഇത് കൂടുതൽ ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന കാർഡാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ്. മൊബൈൽ നമ്പർ മാറിയാൽ ഉടൻ അപ്ഡേറ്റ് ചെയ്യണം. OTP അടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. വിദേശ പൗരന്മാർക്കുള്ള പുതിയ നിയമങ്ങൾ. 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ താമസിച്ച വിദേശ പൗരന്മാർക്കുള്ള നിയമങ്ങൾ കൂടുതൽ വ്യക്തമായി. OCI കാർഡ് ഉടമകൾക്ക് 10 വർഷം, നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്ക് 10 വർഷം, ലോങ് ടേം വിസ ഉള്ളവർക്ക് വിസ അവസാനിക്കുന്നതുവരെ, മറ്റ് വിദേശ പൗരന്മാർക്ക് വിസയുടെയോ FRRO അനുമതിയോടെയോ കാലാവധി വരെ മാത്രം. ആധാർ സുരക്ഷിതമായി ഉപയോഗിക്കാം. OTP ആരുമായും പങ്കുവെക്കരുത്. QR കോഡുള്ള ഔദ്യോഗിക രേഖകൾ മാത്രം ഉപയോഗിക്കുക. വ്യാജ വെബ്സൈറ്റുകളിൽ വിവരങ്ങൾ നൽകാതിരിക്കുക. അപരിചിതരുടെ സഹായം ഉപയോഗിച്ച് OTP പറയരുത്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. അതായത്, രേഖകൾ വ്യക്തമായിരിക്കണം, മൊബൈൽ നമ്പർ സജീവമായിരിക്കണം, ഇമെയിൽ ചേർക്കുന്നത് ഭാവിയിൽ സഹായകരമാണ്. കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റ് മറക്കരുത്. ഒരിക്കൽ മാത്രം മാറ്റാൻ കഴിയുന്ന വിവരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാറ്റുക. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട പൊതുവായ സംശയങ്ങൾക്ക് വിശദീകരണം നൽകാം. ഇനി പലർക്കും ഉണ്ടാകുന്ന ചില പ്രധാന സംശയങ്ങൾക്കുള്ള വിശദീകരണം നോക്കാം. ഒന്നാമതായി, ആധാർ കാർഡിൽ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് വളരെ നല്ല ശീലമാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, പേര്, ജനനതീയതി, വിലാസം എന്നിവയിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ ഉപയോഗിച്ച് ഉടൻ തിരുത്താൻ ശ്രമിക്കണം. കാരണം സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്ന സമയത്ത് വിവരങ്ങൾ പൊരുത്തപ്പെടാതെ അപേക്ഷ വൈകാനോ നിരസിക്കപ്പെടാനോ കാരണമായേക്കാം. അതുപോലെ തന്നെ പഴയ ആധാർ കാർഡ് ഇപ്പോഴും ഉപയോഗിക്കാമോ എന്നതാണ് മറ്റൊരു സംശയം. അതിന് ഉത്തരം ഉപയോഗിക്കാം എന്നതാണ്. പുതിയ ഡിസൈനിലുള്ള PVC കാർഡ് വരുന്നത് കൊണ്ട് പഴയ കാർഡ് അസാധുവാകുന്നില്ല. സാധുവായ ആധാർ കാർഡുകൾ തുടർന്നും ഉപയോഗിക്കാം. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ കാർഡ് ലഭ്യമാകുമ്പോൾ അത് വേണമെങ്കിൽ പിന്നീട് സ്വീകരിക്കാം. കൂടാതെ പലരും ആധാർ കാർഡിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ പങ്കുവയ്ക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. വ്യക്തിഗത വിവരങ്ങൾ പരമാവധി സ്വകാര്യമായി സൂക്ഷിക്കണം. ആവശ്യമായ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി മാത്രമേ ആധാർ പകർപ്പ് നൽകാവൂ. മറ്റൊരു പ്രധാന കാര്യം, ആധാർ ഉപയോഗിച്ച് ലഭിക്കുന്ന OTP ആരോടും പങ്കുവെക്കരുത്. ബാങ്ക് ഉദ്യോഗസ്ഥനാണോ, സർക്കാർ ജീവനക്കാരനാണോ പറഞ്ഞ് ആരെങ്കിലും ഫോൺ ചെയ്ത് OTP ചോദിച്ചാൽ അതൊരിക്കലും പറയരുത്. ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒരിക്കലും വിളിച്ച് OTP ചോദിക്കാറില്ല ഫോൺ വഴി. ഇനി കുട്ടികളുടെ ആധാർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചെറിയ പ്രായത്തിൽ എടുത്ത ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ പിന്നീട് മാറുന്നതിനാൽ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ സമയത്ത് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇത് ഭാവിയിൽ സ്കൂൾ പ്രവേശനം, പരീക്ഷകൾ, സ്കോളർഷിപ്പ് അപേക്ഷകൾ തുടങ്ങിയ ആവശ്യങ്ങളിൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ പുതിയ വീട് മാറിയവർ വിലാസം പഴയതാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ബാങ്ക്, ഇൻഷുറൻസ്, സർക്കാർ പദ്ധതികൾ എന്നിവയിൽ വിലാസം പരിശോധിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ശരിയായ വിലാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കും. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ആധാർ സംബന്ധിച്ച എല്ലാ സേവനങ്ങളും ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം ചെയ്യുക. വ്യാജ വെബ്സൈറ്റുകൾ, അനധികൃത ഏജന്റുമാർ, അമിത ഫീസ് ഈടാക്കുന്ന വ്യക്തികൾ എന്നിവരിൽ നിന്ന് ജാഗ്രത പാലിക്കുക. സേവനം സ്വീകരിക്കുന്നതിന് മുൻപ് അത് അംഗീകൃത ആധാർ സേവന കേന്ദ്രമാണോ എന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ഇവയെല്ലാം പാലിച്ചാൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം പ്രശ്നങ്ങളും ഒഴിവാക്കാനും ഭാവിയിൽ സർക്കാർ സേവനങ്ങൾ സുഗമമായി ലഭിക്കാനും സഹായകരമാകും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായി നിങ്ങളുടെ ആധാർ കാർഡ് സുരക്ഷിതമാക്കുക. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഈ പുതിയ മാറ്റങ്ങൾ ഓരോ ആധാർ ഉടമയും അറിയേണ്ടവയാണ്. സൗജന്യ രേഖ അപ്ഡേറ്റ് അവസരം ഉപയോഗപ്പെടുത്തുക. വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ സമയത്ത് പൂർത്തിയാക്കുക. മൊബൈൽ നമ്പറും ഇമെയിലും പുതുക്കി സൂക്ഷിക്കുക. സ്വകാര്യത വർദ്ധിപ്പിക്കുന്ന പുതിയ PVC കാർഡുകളെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സർക്കാർ അറിയിപ്പുകളും ക്ഷേമ പദ്ധതികളും ആധാർ, റേഷൻ കാർഡ്, പെൻഷൻ, ബാങ്കിംഗ്, LPG മറ്റു പൊതുസേവനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ വിവരങ്ങളും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.